എല്ലാവർക്കും സ്വാഗതം. ചരിത്രം എന്നത് വെറുമൊരു കഥയല്ല, വിസ്മൃതിയിലാണ്ടുപോയ ഒരുപാട് മനുഷ്യരുടെ യാഥാർത്ഥ്യങ്ങളാണ്. നാളിതുവരെ നമ്മൾ പിന്നിട്ട വഴികളിലെ നാഴികക്കല്ലുകൾ തിരയുന്ന ഒരു ശ്രമമാണിത്. ശിലായുഗത്തിന്റെ പ്രാചീന അടയാളങ്ങളിൽ തുടങ്ങി ജന്മത്വത്തിന്റെ മധ്യകാല ഫ്യൂഡൽ കാലഘട്ടവും കടന്ന് ഒടുവിൽ ജനാധിപത്യത്തിന്റെ ആധുനികതയിലേക്ക് അഞ്ചൽ എന്ന ദേശം എങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന വസ്തുതയിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഈ ചരിത്ര വഴികളെല്ലാം കോർത്തിണക്കി അഞ്ചലിന്റെ പ്രാദേശിക പുസ്തകമായ അഞ്ചൽ ചരിത്രവും വെളിച്ചവും എന്ന പുസ്തകം രചിച്ച ശ്രീ എം രാധാകൃഷ്ണൻ സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അഞ്ചൽ എന്ന ദേശം എങ്ങനെ ആ പേരിലേക്ക് എത്തപ്പെട്ടു, അത് എങ്ങനെയാണ് ഇത്രയും വികസിച്ചത് എന്നൊക്കെ സാറിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അഞ്ചൽ എന്ന സ്ഥലനാമം രൂപപ്പെട്ടതിന് 3-4 കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, 5 ചൊല്ലുകളുടെ നാടാണ് അഞ്ചൽ എന്ന ഒരു സങ്കല്പം നമ്മളിലുണ്ട്. എന്നാൽ 5 ചൊല്ലുകൾ മാത്രമല്ല അഞ്ചൽ എന്ന സ്ഥലനാമം രൂപപ്പെടുവാനുള്ള കാരണം എന്ന് നമുക്ക് ബോധ്യമാണ്. 5 ഏലാകളുടെ നാടാണ് അഞ്ചൽ, 5 ആലുകളുടെ നാടാണ് അഞ്ചൽ, അഞ്ചൽ ഓഫീസിന്റെ നാടാണ് അഞ്ചൽ എന്നിങ്ങനെ 5 ചൊല്ലുകൾക്ക് അപ്പുറത്തോട്ട് അഞ്ചൽ എന്ന സ്ഥലനാമത്തെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചൽ കുളം, കുളമോ ചിറയോ, അഗസ്ത്യക്കോട് മുനി ആണോ പെണ്ണോ, വയലിൽ തേവർ ക്ഷേത്രം, വയലിലോ കരയുക, വടമൺ കാഞ്ഞിരം കൈക്കുമോ മധുരിക്കുമോ, ഉമക്കാട്ട് ഇല്ലം ഇല്ലമോ സ്വരൂപമോ. ഇങ്ങനെയാണ് 5 ചൊല്ലുകൾ. ഈ 3 ചൊല്ലുകൾ വരുന്നത് ഏറം കേന്ദ്രീകരിച്ചാണ്. ഏതൊക്കെയാണ്? അഞ്ചൽ കുളം, കുളമോ ചിറയോ. കുളത്തിന് തനതായ ആകൃതിയില്ല, പക്ഷെ ചിറയ്ക്ക് തനതായ ആകൃതിയുണ്ട്. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. വയലിൽ തൃക്കോവിൽ ക്ഷേത്രം. ഈ വയലിൽ തൃക്കോവിൽ ക്ഷേത്രം കരയിലാണോ വയലിലാണോ? അതായത് ആദിമ സംസ്കൃതിയെ രൂപപ്പെടുത്തുന്ന ഒരു ചരിത്ര സംസ്കാരം ഇതിൽ കിടപ്പുണ്ട്. എന്താണ്? ദ്രാവിഡ ജനത ആണ് നമ്മളുടെ മനുഷ്യ സംസ്കൃതിയുടെ ആദ്യ സംസ്കാരം. ഈ സംസ്കാരം രൂപപ്പെട്ടു വരുന്ന കാലത്ത് മനുഷ്യൻ ആരാധന നടത്തിയിരുന്നത് ക്ഷേത്രങ്ങളിലാണ്. ഈ ക്ഷേത്രങ്ങൾ വയലിന് നടക്കാണ്. കാര്യം, കാർഷികമായി ജീവിച്ചു വന്ന ഒരു സംസ്കൃതി രൂപപ്പെട്ടു വന്ന കാലത്ത്, മനുഷ്യൻ കൃഷിയുമായി ബന്ധപ്പെട്ട് വന്ന കാലത്ത് ഈ ക്ഷേത്രങ്ങൾ വയലിന് നടുക്കായിരുന്നു. ഈ വയലിന് നടുക്ക് രൂപപ്പെട്ടു വന്ന ക്ഷേത്രമാണ് വയലിൽ തൃക്കോവിൽ ക്ഷേത്രം എന്നുള്ളത് കൊണ്ടാണ് ഇത് വയലിലോ കരയിലോ എന്ന ചോദ്യം ഉണ്ടാവുന്നത്. ഇത് ദ്രാവിഡ സംസ്കാരത്തിന്റെ പിൻപറ്റാണ് എന്നുള്ളതാണ്. ഉറുമക്കാട്ട് ഇല്ലം ഇല്ലമോ സ്വരൂപമോ. ഉറുമക്കാട്ട് ഇല്ലം എന്ന് പറയുന്നത് പുരാതനമായ ഒരു നായർ തറവാടാണ്. ആ നായർ തറവാട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇല്ലം എന്ത്, സ്വരൂപം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ആദിമകാലത്ത് മനുഷ്യന് താമസിച്ചിരുന്ന സ്ഥലങ്ങളെ ജാതി തിരിച്ച്, ചാന്ദ്രപുരത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ജാതി തിരിച്ചാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഇല്ലം ആരുടെ താമസ സ്ഥലമാണ്? ബ്രാഹ്മണൻ. സ്വരൂപം എന്തെന്ന് മനസ്സിലാക്കണം. ഇല്ലത്ത് നായർ സമൂഹത്തെ 18 അവാന്തര വിഭാഗങ്ങളായും 140 ഉപവിഭാഗങ്ങളായും ചാതുർവർണ്ണ കാലത്ത് 19-ാം നൂറ്റാണ്ടിൽ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഈ സ്വരൂപത്തു നായർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ നായർ ക്ഷത്രിയ വിഭാഗങ്ങളുമായി അടുത്തു നിന്നിരുന്ന വിഭാഗമാണ്. ഈ അതായത് ബ്രാഹ്മണ ആധിപത്യമാണോ ക്ഷത്രിയ ആധിപത്യമാണോ അതിലുള്ളത് എന്നുള്ളത് മാത്രമാണ് ഈ നായർ കുടുംബത്തിന് വന്നിരിക്കുന്ന ഒരു ചോദ്യം. വടമൺ കാഞ്ഞിരം കൈക്കുമോ മധുരിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്, ഈ വടമൺ കാഞ്ഞിരത്തിന്റെ തനതായ രുചി കയ്പ. പക്ഷേ ഈ കാഞ്ഞിരത്തിന്റെ ചില ഇലകൾ മധുരിക്കും എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ഈ പഴമക്കാരുടെ അഭിപ്രായമാണ് വടമൺ കാഞ്ഞിരം കയ്ക്കുമോ മധുരിക്കുമോ എന്നുള്ളതിന്റെ ഉള്ളു. അടുത്തത് അഗസ്ത്യക്കോട് മുനി ആണോ പെണ്ണോ എന്നുള്ളതാണ്. അഗസ്ത്യക്കോട് ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടു കിടന്നു. അഗസ്ത്യക്കോട് ക്ഷേത്രത്തിൽ ഒരു മുനിയുടെ പ്രതിമ ഉണ്ടായിരുന്നുവെന്നും ആ പ്രതിമ കമിഴ്ന്നു കിടന്നു എന്നും നമ്മളെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബ്രാഹ്മണ ആധിപത്യ കാലത്ത് ഏകദേശം 12-ാം നൂറ്റാണ്ടോടുകൂടി ആര്യ ആധിപത്യം ഉണ്ടാവുകയും ആര്യ ആധിപത്യത്തിന് എതിരെ നിന്ന ബുദ്ധ ക്ഷേത്രങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ഈ ബുദ്ധ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടം നമ്മളുടെ കേരളത്തിൽ നിലനിന്നിരുന്നു. അത് അഞ്ചലിൽ മാത്രമല്ല, കേരളത്തിൽ ആകമാനം അങ്ങനെ ഒരു സംഭവം നിലനിന്നിരുന്നു. ബുദ്ധ ദേവന്റെ പ്രതിമ കമിഴ്ന്നു കിടന്നാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള
ഒരു രൂപഭംഗിയാണ് ബുദ്ധക്ഷേത്രങ്ങളിൽ ബുദ്ധ പ്രതിമകളിൽ ഉണ്ടായിരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ബുദ്ധ ദേവന്റെ ക്ഷേത്രമാണ് അക്കാലത്ത് നിലനിന്നിരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. 5 ചൊല്ലുകളും ഒരു പ്രദേശത്ത് രൂപപ്പെട്ട കാര്യമാണ്. 5 ചൊല്ലുകളുടെ നാട് എന്നുള്ളത് അതിനപ്പുറം 5 ഏലാകളുടെ നാടാണ് അഞ്ചൽ. അഞ്ചൽ എന്ന പ്രദേശം ഏലാകളാൽ ചുറ്റപ്പെട്ടതാണ്. അതായത് ആദിമ മനുഷ്യന്റെ കൃഷി വേട്ടയാടലും കഴിഞ്ഞു വന്ന മനുഷ്യന്റെ, അതായത് BC 3000 കഴിഞ്ഞു വന്ന മനുഷ്യന്റെ ജീവിത രീതി കൃഷിയുമായി കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ കാർഷിക സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് വനപ്രദേശങ്ങളിൽ മണ്ണ് കിളച്ചു മറിച്ച് അവിടെ നെൽകൃഷിക്ക് വേണ്ടി ഉപയുക്തമാക്കി അവിടെ നെൽകൃഷി ചെയ്തു വന്ന ഒരു മനുഷ്യ സംസ്കൃതിയാണ് രൂപപ്പെട്ടു വരുന്നത്. ഈ കാർഷിക സംസ്കാരം രൂപപ്പെട്ടു വന്ന കാലത്ത് അഞ്ചലിൽ ഒരുപാട് കൃഷിയിടങ്ങൾ രൂപപ്പെട്ടു. അഞ്ചലിൽ ആദിമകാലം മുതൽ മനുഷ്യന്റെ നിലനിൽപ്പ്, മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാണ്. അതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. BC 3000 കൂടി അഞ്ചൽ പ്രദേശങ്ങളിൽ മനുഷ്യന്റെ വാസമുണ്ട് എന്നതിന് തെളിവുണ്ട്. അതായത് കുളത്തുപുഴയിൽ മനുഷ്യന്റെ ഫോസിലുകൾ BC 3000 കണ്ടെടുത്തിട്ടുണ്ട് എന്ന് ഡോക്ടർ A. അയ്യപ്പൻ അദ്ദേഹത്തിന്റെ കൃതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആദിമ ജനവിഭാഗങ്ങളായ ഇവര് അഞ്ചൽ പ്രദേശത്തെത്തുകയും ഇവിടെ അവർക്ക് ജീവിക്കണമെങ്കിൽ കൃഷിയിൽ ഏർപ്പെടണമെന്നും അവർ അങ്ങനെ കൃഷിയിൽ ഏർപ്പെടുകയും ചെയ്ത ഒരു പ്രദേശമാണ് അഞ്ചൽ. ചിമുക്ക് തുടങ്ങി ജോയ് സാറിന്റെ വീടിന്റെ ആ ഭാഗം വരെ ചേറ്റുകുഴി വരെ എത്തുന്ന ആ റോഡിന് 8 കിലോമീറ്റർ ദൂരം. മാത്രമല്ല ഈ കൃഷിയിടങ്ങളെ സംരക്ഷിക്കത്തക്കവണ്ണമുള്ള ചിറകളും കുളങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് 2 ഭൂ 3 ഭൂ കൃഷികളാണ് രൂപപ്പെട്ടിരുന്നതെങ്കിൽ ആ കാലഘട്ടത്തിൽ 1 ഭൂ കൃഷിയെ നിലവിലുണ്ടായിരുന്നു. 1 ഭൂ കൃഷി എന്ന് പറയുമ്പോൾ വർഷത്തിൽ 1 കൃഷി. അപ്പൊ അതിന് മാറ്റം വന്നതൊക്കെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. എന്നാൽ കൂടി ഇവിടെ കുളങ്ങളും ചിറകളും മറ്റ് ജലസേചന സൗകര്യങ്ങളും ഒക്കെ ഒപ്പിക്കുന്നതിൽ ബുദ്ധ സംസ്കാരത്തിന് വളരെയേറെ പങ്കുണ്ട്. ഈ ഒരു സംസ്കൃതിയാണ് നമ്മളെ 5 ഏലകളെ അഞ്ചലായി രൂപപ്പെടുത്തുവാനുള്ള കാരണം. അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായമാണ് അഞ്ചൽ ഓഫീസിന്റെ നാടാണ് അഞ്ചൽ എന്നുള്ളത്. പക്ഷെ അത് അഞ്ചൽ ഓഫീസ് വരുന്നത് 1850 കാലഘട്ടത്തിലാണ്. അത് അഞ്ചലിലെ ആദ്യത്തെ അഞ്ചൽ ഓഫീസ്. ഈ ആദ്യത്തെ അഞ്ചൽ ഓഫീസ് രൂപീകൃതമാകുന്നത് അഞ്ചലിൽ നിന്നും രാജ് ഹൗസിലേക്ക് പോയ ചില ആളുകളുടെ ശ്രമഫലമാണ്. അതായത് ചട്ടനാഥ കരയാളർ ശ്രീമൂലം തിരുനാളിന്റെ സഭയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. അതുപോലെ തന്നെ HB വാരണം തിരുവിതാംകൂർ സഭയിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അപ്പൊ ഇവരുടെ ശ്രമഫലമാണ് അഞ്ചൽ ഓഫീസ് രൂപീകൃതമായത് എന്നുള്ളതാണ്. പക്ഷേ ആ കാലഘട്ടത്തിന് മുമ്പേ അഞ്ചൽ എന്ന പേര് രൂപീകൃതമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ആദിമ ജനവിഭാഗം ഗോത്രങ്ങളായാണ് ജീവിച്ചത്. അതായത് തനതായ ഭാഷ സംസാരിക്കുന്നവരും തനതായ സംസ്കാരം നിലനിർത്തുന്നവരും അവർ തമ്മിലുള്ള ആഹാര സാധനം കൈമാറ്റം ചെയ്യപ്പെടുന്നവരുമായ ഒരു കൂട്ടം ആളുകളാണ് ഗോത്രം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഗോത്രങ്ങളാണ് ആദിമ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഗോത്രങ്ങൾ രൂപപ്പെട്ടു വരുന്നതാണ് കേരളത്തിന്റെ ആദിമകാല ജീവിതം. ഇത്തരം ഗോത്രങ്ങൾക്ക് തനതായ ഒരു അടയാളം ഉണ്ടായിരിക്കും. അത് അവർ വിശ്വസിക്കുന്ന വൃക്ഷങ്ങളാണ്. ഈ വൃക്ഷങ്ങളുടെ കമ്പുകളാണ് ഗോത്രത്തിന്റെ അടയാളമായി നിലനിർത്തിക്കൊണ്ടത്. ഇതുപോലെ ഓരോ ഗോത്രത്തിനും അടയാള വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അഞ്ചൽ എന്ന ദേശത്ത് ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗങ്ങളുടെ അടയാള വൃക്ഷം ഏതായിരുന്നു? ആലായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പം അഞ്ചലിന് ആലുമായി അഭേദ്യമായ ഒരു ബന്ധം നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. 5 ആലുകളുടെ നാടാണ് അഞ്ചൽ എന്ന് പറയാനുണ്ടാവുന്ന സാഹചര്യവും കാരണവും ഇതാണ്. ആദിമ ജനവിഭാഗത്തിന്റെ ജീവിത മാർഗം കൃഷിയായിരുന്നു. ഈ കൃഷി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാകും. ആദിമകാലം മുതൽ വിദേശികളായ സഞ്ചാരികൾ ഇവിടെ എത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. 1-ാം നൂറ്റാണ്ടില് പ്ലേനിയും ടോളമിയും ഒക്കെ വിവരണം നടത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് റോമിലേക്കും മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലേക്കും ആഹാര സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ സാധനങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം? തലച്ചുമടായി കൊണ്ടുപോകണം. ഈ തലച്ചുമടായി കൊണ്ടുപോകുമ്പോൾ കുളത്തൂപ്പുഴയിൽ നിന്നും വരുന്ന ഒരാള് അഞ്ചലിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജലാശയത്തിലേക്ക് കപ്പൽ മാർഗത്തിലേക്ക് സാധനം എത്തിക്കണമെങ്കിൽ എന്താണ്? ഇടയ്ക്ക് ഇളപ്പ് ഉണ്ടാവണം. അതിനെയാണ് ചുമട് താങ്ങികൾ എന്ന് പറയുന്നത്. ഈ അഞ്ചലില് മുക്കട ജംഗ്ഷനിൽ ഒരു ചുമട് താങ്ങിയും ഒരു കിണറും ഒരു ആൽമരവുമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്
പഴമക്കാരിൽ നിന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അഞ്ചൽ ജംഗ്ഷനിലും ഈ അടുത്ത കാലം വരെ ഒരു കിണറുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് മൂടപ്പെട്ടത്. അപ്പൊ ആ കിണറിനോടനുബന്ധിച്ച് തന്നെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അവിടെ ചുമട് താങ്ങിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അർച്ചന ബാറിന്റെ സ്ഥലത്തും ഉണ്ടായിരുന്നു, ചന്തമുക്കിലും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മളുടെ ഒരു ക്ഷേത്രം തന്നെ ആലുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഏതാണ്? ആല് അപ്പൻ ക്ഷേത്രം, ആലപ്പൻ ക്ഷേത്രം. ആല് അപ്പൻ ക്ഷേത്രമാണ് ആലപ്പൻ ക്ഷേത്രമായത്. പനയഞ്ചേരിയുടെ തെക്ക് ഭാഗം എന്ന് അറിയപ്പെട്ടിരുന്ന ആല് അപ്പൻ ക്ഷേത്രം നിലനിൽക്കുന്നത് അലയമഞ്ച് ആലുകളുടെ കേന്ദ്ര സ്ഥലമായതുകൊണ്ടാണ് എന്ന ഒരു അഭിപ്രായവും നിലനിൽക്കുന്നത്. അഞ്ചലിന്റെ പ്രാദേശിക ചരിത്ര വിശ്വംസാരവിയെല്ലാം 17 സാഹചര്യം ഉണ്ടാകാൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മൈക്രോ ലോക്കൽ ഹിസ്റ്ററിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചരിത്ര രചനയാണ് നടന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്താ? നമുക്ക് സ്വാഭാവികമായും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പൈസ കൊടുത്ത് ആളിനെ ഇരുത്തി അവരുടെ ചരിത്രം രൂപപ്പെടുത്തുന്ന ചരിത്ര പുസ്തകങ്ങളാണ്. രാജാക്കന്മാര് അവര് പൈസ കൊടുത്ത് അവരാളിനെ ഇരുത്തി അവരുടെ അവദാനങ്ങൾ കീർത്തിക്കത്തക്കവണ്ണമുള്ള ചരിത്ര പുസ്തകങ്ങളാണ് ചരിത്ര പുസ്തകങ്ങളായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ചരിത്രം മാത്രമേ നമുക്ക് വായിക്കാനുള്ളൂ. ഒരു മനുഷ്യന്റെയും, സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന പുസ്തകങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇതിന് ഒരു മാറ്റം സ്വാഭാവികമായും വേണം. അപ്പം അതിന് സ്വാഭാവികമായ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഏറിയാൽ കുറച്ച് തുച്ഛമായ പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ. അഞ്ചൽ എന്ന സ്ഥലത്തിന് തനതായ ഒരു ചരിത്രമുണ്ട് എന്ന് സ്വാഭാവികമായും കണ്ടറിയുകയും അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയും അതിനെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അഞ്ചൽ ചരിത്രവും വെളിച്ചവും എന്ന പുസ്തകം രൂപപ്പെട്ടത്. ഈ കല, അനുഷ്ഠാനം, മിത്തുകൾ, ആചാരങ്ങൾ എന്നിവയെ സംബന്ധിച്ച് സാറിന്റെ അഭിപ്രായം ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട്? ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഘടകങ്ങളെ ഉൾപ്പെടുന്നതാണ് ഉപാദാനങ്ങൾ. ഈ ഉപാദാനങ്ങളിൽ മിത്തുകൾക്ക് സ്ഥാനമില്ല. പക്ഷേ പ്രാദേശിക ചരിത്ര രചനയ്ക്ക് മിത്തുകൾ അനിവാര്യമാണ്. ചരിത്ര രചനയ്ക്ക് മിത്തുകളല്ല, നേർ നടക്കുന്ന കാര്യങ്ങളുടെ നേരറിവുകളാണ്. അതിപ്പം ചരിത്രത്തിൽ എത്ര കണ്ട് നീതി പുലർത്തുന്നു എന്നുള്ളതല്ല, അത് മാത്രമേ ഉപാദാനങ്ങളിൽ ഉൾപ്പെടാറുള്ളൂ. ഞാൻ എൻ്റെ പുസ്തകത്തിൽ മിത്തുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രാദേശിക ചരിത്രത്തിൽ മിത്തുകൾ ആവശ്യമാണ് എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷം, ഉത്സവമാണ് തിരുമുടി എഴുന്നള്ളിപ്പ്. അഞ്ചല് കളരി ദേവീ ക്ഷേത്രത്തിൽ നടക്കുന്ന തിരുമുടി എഴുന്നള്ളിപ്പ് 12 വർഷത്തിലൊരിക്കലാണ്. അതായത് 1819 മുതൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് അതല്ല, മിത്തുകളെ പറ്റിയാണ്. ആ മിത്ത് എന്താണ്? ഒരു ക്ഷേത്ര സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കളരി ദേവീ ക്ഷേത്രവുമായുള്ള ഒരു സംസ്കൃതി. അന്യത്തി ജ്യേഷ്ഠത്തിയെ കാണാൻ വരുന്നു എന്നുള്ള സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുള്ള, ജ്യേഷ്ഠത്തി അന്യത്തെ കാണാൻ വരുന്നു എന്നുള്ള സംസ്കൃതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ കളരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കടയാറ്റി വലിയ പോറ്റിയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഈ കടയാറ്റി വലിയ പോറ്റി എന്ന് പറയുന്നത് കേരളത്തില് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ നാനാഭാഗങ്ങളിൽ രാജഭരണകാലത്ത് രാജാവിനെ സേവിക്കാൻ വേണ്ടിയുള്ള ഭടന്മാർ രാജ്യത്തിന്റെ നാനാഭാഗത്തും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നാനാഭാഗത്തും കളരി ഗുരുക്കന്മാരെ അയച്ചു. ഈ കളരി ഗുരുക്കന്മാരെ അയച്ചതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചലിലും ഇങ്ങനെ ഒരു കളരി ഗുരുക്കൾ വന്നത്. ഈ മിത്തുകൾ, ഐതിഹ്യങ്ങൾ, ഇതുപോലെ ഏത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും അതിൻ്റെതായ പ്രാദേശികമായ മിത്തുകളുണ്ട്. ഈ മിത്തുകളെ ബന്ധപ്പെടുത്തിയാണ് പ്രാദേശിക ചരിത്രം രൂപപ്പെടുന്നത്. ചില സ്ഥലത്ത് ഊരുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച തമ്പാനൂര്, കിളിമാനൂര്, പുനലൂര്. അപ്പം ആദിമ ജനവിഭാഗത്തിന്റെ ഈ ഊര് സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ടും പ്രദേശങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഉള്ള ഒരു സംസ്കൃതിയാണ് ഈ മിത്തുകളിൽ, ചരിത്രത്തിലെ മിത്തുകൾക്ക് ഉള്ളത്. ആ മിത്തുകളെ പ്രാദേശിക ചരിത്രത്തിൽ രൂപപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമായും പ്രാദേശിക ചരിത്രകാരന്റെ കടമയാണ്. അഞ്ചലിന് തിരുവിതാംകൂർ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. കടയാറ്റ് ഉണ്ണിത്താൻ എന്ന് പറഞ്ഞാൽ ആദിമകാലത്ത് രാജസദസ്സിന് വേണ്ടി ഭടന്മാരെ അയക്കാൻ വേണ്ടി ഇവിടത്തേക്ക് എത്തപ്പെട്ട കളരി ഗുരുക്കളാണ്. ഈ തിരുവിതാംകൂർ ചരിത്രത്തിന്റെ നാൾവഴികളിൽ കാണപ്പെടുന്ന ഒരുപാട് ലിഖിതങ്ങൾ ഈ കടയാറ്റ് കളരിയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത് മാത്രമല്ല, ഈ തിരുവിതാംകൂർ ചരിത്രത്തില് AD 72 ഇവിടെ ക്രിസ്തുമതം എത്തപ്പെടുന്നത്. ഈ ക്രിസ്തുമതം എത്തപ്പെട്ടിട്ട് ഇവിടെ ഉണ്ടാവുന്നത് ഏകദേശം ഇന്നേക്ക് ഒരു 400-500 വർഷം മുമ്പാണ്. അപ്പൊ ഇവിടെ ഒരു ക്രിസ്ത്യൻ ആരാധനാലയം ഇല്ല. ഈ ക്രിസ്ത്യൻ ആരാധനാലയം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊട്ടാരക്കര പോയി വൈദിക പഠനം നടത്തി വന്ന യോനച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ട വൈദികനാണ് അഞ്ചലച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് കൊറ്റംകുട എന്ന അദ്ദേഹത്തിന്റെ വൈദിക പുസ്തകത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടവും മറ്റു കാര്യങ്ങളും എല്ലാം
ഒരു ആരാധനാലയം ഇല്ല. ഈ ക്രിസ്ത്യൻ ആരാധനാലയം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊട്ടാരക്കര പോയി വൈദിക പഠനം നടത്തി വന്ന യോനച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ട വൈദികനാണ് അഞ്ചലച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് കൊറ്റംകുട എന്ന അദ്ദേഹത്തിന്റെ വൈദിക പുസ്തകത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടവും മറ്റു കാര്യങ്ങളും എല്ലാം അറിയാവുന്നതാണ്. എച്ച് ഹരിഹരായ അഞ്ചലിലെ ഏറ്റവും വലിയ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ആശുപത്രി മിഷൻ ഹോസ്പിറ്റലാണ്. ഈ മിഷൻ ഹോസ്പിറ്റലിന് 65 സെന്റ് വസ്തു ആദ്യമായി കൊടുക്കുന്നത് എച്ച് ഹരിഹരയ്യറാണ്. അതുപോലെ തന്നെ എച്ച് ഡി വാറൻ എന്നറിയപ്പെടുന്നത് എച്ച് ഹരിഹരയ്യനാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന പമ്പ് സെറ്റുകളിൽ ഏറ്റവും പ്രശസ്തമായതാണ്. അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാളിന്റെ രാജസദസ്സിലേക്ക് പത്തനാപുരം താലൂക്കിനെ പ്രതിനിധീകരിച്ച് ആദ്യമായി എത്തപ്പെടുന്ന ആളാണ് ചട്ടനാഥ കരയാളർ. ചട്ടനാഥ കരയാളരുടെ ശ്രമഫലമായാണ് അഞ്ചലിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആദ്യകാല വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഇന്ന് പഞ്ചായത്താണ്. അതിന് മുന്നേ എന്താണ്? പ്രവൃത്തിയാണ്. പ്രവൃത്തിയുടെ നടത്തിപ്പാരാണ്? പാർവത്യാരാണ്. പ്രവൃത്തിയുടെ നടത്തിപ്പുകാരാണ് പാർവത്യാർ. ഇന്ന് വില്ലേജ് ഓഫീസർ എന്നുള്ള തസ്തികയാണ് പാർവത്യാർ. ഈ അവസാനത്തെ അഞ്ചലിലെ പാർവത്യാരാണ് CS പത്മനാഭൻ നായർ. അഞ്ചൽ അരമണിൽ താമസക്കാരനായിരുന്നു. അഞ്ചലാൽ വേൽപ്പുള്ള നിമിഷ കവിയാണ്. തിരുവിതാംകൂർ രാജാവിന്റെ സദസ്സില് ആ നിമിഷം കവിത എഴുതി കൊടുക്കുകയും അംഗീകാരം നേടുകയും പട്ടുമളയും മേടിക്കുകയും ചെയ്ത അഞ്ചലാൽ വേൽപ്പുള്ള. എച്ച് പരമേശ്വരയ്യർ, കീഴൂട്ട് മാധവൻ നായർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സിന്റെ കമ്മിറ്റി അംഗമായിരുന്നു. പത്മഭൂഷൺ 1969 പത്മഭൂഷൺ നൽകി രാജ്യം നൽകി ആദരിച്ച വ്യക്തിയാണ് CS പത്മനാഭൻ. കീഴൂട്ട് മാധവൻ നായർ. അഞ്ചലിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നാന്ദി കുറിച്ചത് പന്തോളിൽ അച്ഛനാണ്. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിന്റെ പ്രൊഫസറായി വരികയും അഞ്ചൽ വികസന കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിലനിൽക്കുകയും ചെയ്ത പന്തോളിൽ സാർ. മാധവൻപിള്ള. അഞ്ചലിലെ കഥകൾ മനവടി കേരളത്തിലെ ഒരു ആഘോഷമാക്കി മാറ്റിയത് അഞ്ചലിൽ നിന്നാണ്. അപ്പം അഞ്ചൽ മാധവൻപിള്ള സാർ, തുണ്ടയത്ത് നാരായണപിള്ള, ഗോപാലൻ സാർ, പാലറ ബാലകൃഷ്ണപിള്ള സാർ, വേലിശ്ശേരി അബ്ദുൽ ഖാദർ, ഇണ്ടക്ക് വേലിപ്പിള്ള, ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ ഇന്നത്തെ അഞ്ചലിനെ രൂപപ്പെടുത്തുന്നതിൽ വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. അത് നമ്മളുടെ വേരുകളെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമഫലമാണ് ഈ പുസ്തകം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പൊതുവായ അഭിപ്രായം പറയാൻ പറ്റും. കാര്യം ഈ പുസ്തകത്തില് അഞ്ചൽ എന്ന ദേശത്തെ പറ്റി, അഞ്ചൽ എന്ന ദേശം എന്ന് പറയുമ്പോൾ ഇളയിടത്ത് സ്വരൂപത്തിൽ രൂപപ്പെട്ട ഒരു പ്രദേശമായിരുന്നു അഞ്ചൽ. ഇളയിടത്ത് സ്വരൂപം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ദേശം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇളയിടത്ത് സ്വരൂപം. ഈ ഇളയിടത്ത് സ്വരൂപം 1741 ഡച്ചുകാരുടെ ആക്രമണത്തോടു കൂടി ഇല്ലായ്മ ചെയ്ത് തിരുവിതാംകൂറിന്റെ ഭാഗമാവുകയും ചെയ്തു. അപ്പൊ അതിന് മുന്നേ തന്നെ ഇളയിടത്ത് സ്വരൂപം ഉണ്ടായിരുന്നു. ഈ ഇളയിടത്ത് സ്വരൂപത്തിന്റെ ഒരു ശാഖ, ഏറ്റവും വലിയ ശാഖ കൊട്ടാരക്കര ആണ്. ഇളയിടത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം എങ്കിൽ കൂടി രണ്ടാം ആസ്ഥാനമായി കരുതിയിരുന്നത് പനയഞ്ചേരിയാണ്. പനയഞ്ചേരിയിലാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളി രൂപപ്പെടുത്തിയത്. കൊട്ടാരക്കര തമ്പുരാനാണ്. ഈ കൊട്ടാരക്കര തമ്പുരാൻ കഥകളി രൂപപ്പെടുത്തുന്നതും ഈ കഥകളി നടത്തുന്നതും ഒക്കെ അഞ്ചൽ രണ്ടാം തലസ്ഥാനമായ അഞ്ചൽ പനയഞ്ചേരി ക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പൊ അത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പം അതുപോലെ തന്നെ അഞ്ചല് എവിടെ സ്ഥിതി ചെയ്യുന്നു, അതിന്റെ അതിർത്തികൾ ഏത്, അതിന്റെ സ്ഥലനാമം എന്ത്, അവിടെ ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങൾ ആരെല്ലാം. ആദിമ ജനവിഭാഗം എന്ന് പറയുമ്പോൾ പ്രോട്ടോ ആസ്ട്രലോയിഡുകളും നീഗ്രിറ്റോകളുമാണ് കേരളത്തിലെ ആദ്യത്തെ ജനവിഭാഗം. ഈ രണ്ട് ജനവിഭാഗങ്ങളും അഞ്ചലിൽ ആദിമകാലം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കണക്ക് ഡോക്ടർ R. രാജേന്ദ്രന്റെ റിപ്പോർട്ട് പ്രകാരം തന്നെ ഉണ്ട് അഞ്ചലും പരിസരങ്ങളിൽ. അതുപോലെ തന്നെ നമ്മുടെ കോട്ടുകൽ ഗുഹാക്ഷേത്രം. അപ്പം ആദിമ ജനവിഭാഗം തന്നെ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളുണ്ട്. കൊയ്ത്ത് സമരവും കുടിയിറക്ക് സമരവും ഉൾപ്പെടുന്ന സമരങ്ങൾ നടത്തുകയും രാഷ്ട്രീയത്തിൽ എം എൻ ഗോവിന്ദൻ നായരെ അഞ്ചലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒളിവിൽ കഴിഞ്ഞ് എം എൻ ഗോവിന്ദൻ നായരെ അഞ്ചലിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അരിപ്ലാച്ചിയിലെ കുട്ടമേശ്വരിയുടെ വീട്ടിൽ നിന്ന് എം എൻ ഗോവിന്ദൻ നായരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാം? TNTUC വേലിപ്പിള്ള എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇണ്ടക്ക് വേലിപ്പിള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അഞ്ചലിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ്. പകുതി കച്ചേരി എന്നൊരു സ്ഥാപനമുണ്ട്. പകുതി കച്ചേരി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് വില്ലേജ് ഓഫീസ്, ഒരു റൂം വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസ് എന്ന് പറയുമ്പോൾ അന്ന് വില്ലേജ് ഓഫീസ് അല്ല, പ്രവൃത്തിയാരാണ്, പാർവത്യാരാണ്. പ്രവൃത്തിയുടെ അധികാരി പാർവത്യാരാണ്. അപ്പം അടുത്ത ഭാഗത്ത് ഏതാ? കച്ചേരിയാണ്. അന്ന് രണ്ട് ബ്രാഹ്മണനും ഒരു നായരുമാണ് ജഡ്ജിമാരും. അപ്പം ഒരു ഭാഗം കച്ചേരിയും, കച്ചേരി ഇന്നത്തെ കോടതിയും, ഒരു ഭാഗം പ്രവൃത്തി ഇന്നത്തെ വില്ലേജ് ഓഫീസുമായിട്ട് പനയഞ്ചേരിയിൽ ഇന്ന് കാണുന്ന കുറുക്കു സാറിന്റെ വീട്ടിന്റെ തൊട്ട് എതിർവശത്ത് ആരംഭിച്ച സ്ഥാപനമാണ് അഞ്ചലിലെ ആദ്യത്തെ സ്ഥാപനം, സർക്കാർ സ്ഥാപനം. അതായത് നമ്മളുടെ വേരുകൾ, അടിവേരുകൾ
എവിടെയാണ് എന്ന് ബോധ്യപ്പെടുവാൻ വേണ്ടിയാണ് ഇതുപോലെ 100 പേജിലുള്ള ഒരു ചെറു പുസ്തകം ഞാൻ രചിക്കാനുണ്ടാകാൻ കാരണം. എന്ന പരിപാടിയിൽ ഇത്രയും നേരം സഹകരിച്ച എം രാധാകൃഷ്ണൻ സാറിനും നമുക്ക് വേണ്ടി ഇതിനെല്ലാം സഹായം ചെയ്തു തന്ന ലാം മീഡിയയുടെ റൂട്ട്സ് ആൻഡ് റീസൺസ് എന്ന പരിപാടിയിൽ ഇത്രയും നേരം സഹകരിച്ച എം രാധാകൃഷ്ണൻ നായർ സാറിനും ഇതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തു തന്ന അഞ്ചൽ ദേവരാജൻ സാറിനും ലാം മീഡിയയുടെ